എടാ കഴുത്തിന് നീളമുള്ള ജിറാഫേ, ജീവൻ വേണമെങ്കിൽ വേഗം സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരനെ കണ്ടോ, അവനെ നല്ല ദേഷ്യം വരും. ഞാൻ ആദ്യമായിട്ടാണ് ഡ്രാഗണിനെ കാണുന്നത്. ഇത് നിന്റെ അവസാനത്തെ കാഴ്ചയാ. മര്യാദക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ സോനു മോനു സാഹിൽ, അഥവാ ഇത് ഡ്രാഗൺ ആയിരുന്നെങ്കിൽ വായിൽ നിന്നും തീ വന്നേനെ. നിന്നോട് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഒരു വീട്ടിൽ 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. ആരാ പിന്നെ എന്താ? എന്താ വീട്ടിൽ നിന്ന് പുറത്തു പോയി? അപ്പൊ ഇപ്പൊ വീട്ടിലാരോ ഉള്ളേ? ആരാ ഉള്ളത്? അത് തന്നെ ഞാനും ചോദിച്ചത്. ആരാ ഉള്ളത്? ഞാൻ ഉത്തരം പറഞ്ഞതാണ്. വീട്ടിൽ ആരാ ഉള്ളത്? എനിക്കറിയുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ആരാ ഉള്ളതെന്ന്? ഇവൻ എന്ത് മണ്ടൻ ചോദ്യമായി ചോദിക്കുന്നേ? എന്താ ഏതായാലും വീട്ടിൽ നിന്ന് പുറത്തു പോയിരിക്കല്ലേ, അപ്പൊ പിന്നെ അതെങ്ങനെയാ മണ്ടൻ ചോദ്യാവുന്നേ? എന്താ പോയതെങ്കില് ആരാ വീട്ടിലുള്ളത്? ദേ പിന്നെ അത് തന്നെ ചോദ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നോണ്ട് ഉത്തരം കിട്ടില്ല എന്റെ കൊച്ചളിയാ. നീ ഇതിന്റെ പറയ എന്താണ് ഉത്തരം? എന്താന്നുള്ളത് അതിന് ഉത്തരവല്ലല്ലോ. എന്താ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോയിരിക്കല്ലേ? ഈ റോഡരികിലെ വഴിയരികിൽ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും ചന്നം പിന്നം തുള്ളി വഴിതെറ്റിയ എന്നെ നിങ്ങൾ പേടിപ്പിച്ചു. അതിനെ കുറിച്ച് ഏതായാലും ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? അയ്യോ ക്ഷമിക്കണേ അമ്മാവാ. നോക്ക് മോനെ, ഏതോ ഒരു മഹാൻ പണ്ട് പറഞ്ഞത് വളരെയധികം ശരിയാണ്. അതെന്താ പറഞ്ഞത്? അതായത് പോയി വെള്ളം കൊണ്ടുവരൂ. എനിക്കൊന്നും മനസ്സിലായില്ല. ആ മഹാന് ദാഹിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മഹാനായാലും എന്താ, ദാഹിച്ചാൽ അദ്ദേഹത്തിനും വെള്ളം കുടിക്കണ്ടേ? ഒരു മിനിറ്റ്, ഇത് മുന്നു അങ്കിളല്ലേ? മുന്നേങ്ങളോ? ആ, എനിക്ക് ഓർമ്മ വന്നു. അന്ന് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ. അപ്പൊ കുട്ടിക്കാലത്ത് നീ ജിറാഫായിരുന്നോ? അയ്യോ സോറി, കൈ താഴ്ത്തി പറയണമെന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി. ഞാൻ ദാ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ജിറാഫിനെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കരുത് മക്കളെ. ഞാനൊരു വലിയ മരത്തിന്റെ മുകളിലത്തെ ചില്ലയിലായിരുന്നു താമസിച്ചിരുന്നത്. ആ മരം ഇപ്പൊ ഒരു ജിറാഫിന്റെ കയ്യിലാണ്. എന്റെ ട്രീ ഹൗസ് അവന്റെ വലിയ കഴുത്ത് മൂലം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ട്രീ ഹൗസിൽ കഴിയാനായിട്ട് വളരെയധികം വ്യസനവും ദുഃഖവും ക്ലേശകരവുമായി തോന്നുന്നുണ്ടായിരുന്നു. എന്നിട്ട് ആ ജിറാഫിനോട് പോവാൻ പറയാത്തത് എന്താ? മോനെ, മങ്കി എന്നത് നോർമലി ഞാനാണെങ്കിലും മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവനാ. സത്യത്തിൽ അവൻ അവിടെ വന്ന് കളിക്കുന്നതാണ് രസമായി തോന്നുന്നത്. ഇതിനെക്കുറിച്ച് പണ്ടേതോ ഒരു കവി എന്തോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്താ പറഞ്ഞത്? അത് നമുക്കെല്ലാവർക്കും ഗോൾ ബസാറിൽ പോയാലോ? ഇതെന്ത് കാര്യമാ ഇത്? ആ കവിക്ക് ഓട്ടോറിക്ഷ കിട്ടാത്തതുകൊണ്ട് വഴിയിൽ നിന്നപ്പോ പറഞ്ഞതാണ്. അല്ല, കവിക്ക് എന്താ ഓട്ടോറിക്ഷയിൽ പോകാൻ പാടില്ലേ? ആ ജിറാഫ് എന്നെ ഇതുവരെ ആ ട്രീ ഹൗസിലും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഈ ജിറാഫിന്റെ കയ്യിലിരിപ്പ് അത്ര ശരിയല്ലല്ലോ. മിക്കവാറും അവൻ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. കാണിച്ചു കൊടുക്കാൻ ഞാൻ. ഒരു ജിറാഫ് അല്ല മോനെ, ഒരുപാട് ജിറാഫുകളുണ്ട് അവിടെ. അയ്യോ, ഇപ്പഴാ ഓർമ്മ വന്നേ. എനിക്ക് അങ്ങോട്ടേക്കുള്ള വഴി അത്ര പിടുത്തമില്ല. കൊച്ചലേ, നമുക്ക് ഒരുമിച്ച് പോയാലോ? ഈ ജിറാഫുകള് അവരുടെ പരിധി വിട്ട് കളിക്കുകയാണ്. ഏറ്റവും വലിയ വിഷമം മറ്റൊന്നുമല്ല മോനെ, ഇവന്മാര് എന്നെ മാത്രമല്ല മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ദാ നിങ്ങളും കണ്ടോണ്ടിരിക്കുവല്ലേ. ഞങ്ങളുടെ ഏരിയയിലേക്ക് എൻട്രിയോ? അങ്ങനെ അവൻ എക്സിറ്റ് ആയി. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. ഇവിടെ ഞാൻ മാത്രമേ കളിക്കൂ. മറ്റാരെയും ഞാൻ ഇവിടെ അലോ ചെയ്യില്ല. നീ ഒറ്റയ്ക്ക് പോവല്ല ഹണി. ജിറാഫേട്ടാ, ഇന്ന് രാവിലെ ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നു ആഫ്രിക്കയിലെ പുതിയ മോഡലിലുള്ള ഒരു ബസ് ഇറങ്ങിയിട്ടുണ്ടെന്ന്.
അതിനിപ്പോ ഞാനെന്ത് വേണം? ചേട്ടന്റെ കഴുത്തിലാണെങ്കിൽ നല്ല നീളമുള്ളതല്ലേ? ഇവിടെ നിന്ന് നോക്കിയിട്ട് പറയാമോ ആ ന്യൂസ് സത്യമാണോ അതോ അല്ലയോ എന്ന്? എന്നാ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ചേട്ടന്റെ ഫ്രണ്ട്സ് മിക്കവാറും പരുന്തും കാക്കയൊക്കെ ആയിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് മാത്രമേ ചേട്ടനോട് കാര്യങ്ങളൊക്കെ ചെവിലോ എന്ന് പറയാൻ പറ്റൂ. അതെന്താണോ താൻ പറയുന്ന കാര്യമൊന്നും ഇപ്പൊ എന്റെ ചെവിയിൽ കേൾക്കുന്നില്ലേ? അയ്യോ, ചേട്ടന് കഴുത്ത് താഴേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി. അതെ, നീ എന്റെ കഴുത്തിലെ കളിയാക്കാൻ വേണ്ടി വന്നതാണോ? അല്ലല്ല, സോറി. എന്നെ ഓർത്ത് നിങ്ങളൊന്ന് ക്ഷമിച്ചുകളാ. അല്ല, അതായത് ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. മാപ്പ് ഇവനാ ചോദിക്കേണ്ടത്. ഇവരെ മുന്നും നിങ്ങളുടെ ട്രീ ഹൗസിനടുത്തുനിന്ന് പോകുന്നില്ല. ഇപ്പൊ ഇവന്മാരുടെ കളി കാരണം അദ്ദേഹത്തിന്റെ വീട് നശിക്കുകയാണ്. ഈ മരത്തിന്റെ ചൂട്ടിൽ കളിക്കുമ്പോൾ എനിക്ക് നല്ല ഫീൽ കിട്ടാറുണ്ട്. പക്ഷേ ഈ ട്രീ ഹൗസ് ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല സുഖം തോന്നാറില്ല. അതുകൊണ്ടാണ് ഞാൻ നശിപ്പിക്കുന്നത്. ഇനി ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ നിനക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല. സംശയമുണ്ടോ? വാടാ കൂട്ടുകാരെ, ടിങ്കു പിങ്കു സുനിൽ. അല്ല, ഇവരൊക്കെ ആരാ? എടാ, നിന്നെയൊക്കെ തന്നെയാ വിളിച്ചത്. ഇവന്മാർക്ക് തല്ലിന് നല്ല ഫീൽ കൊടുക്ക്. മറ്റാർക്കും ഫീൽ ചെയ്യാത്ത രീതിയിൽ വേണം തല്ലാൻ. ആഹാ. കൊള്ളാലോ. ഈ പുതിയ കാപ്പ് എവിടെ നിന്ന് മേടിച്ചത്? ഇത് ക്യാപ്പല്ല, ഏതോ കിളികൾ പനമരമാണെന്ന് വിചാരിച്ചെന്റെ തല കൊണ്ട് കൂടെ കൂട്ടിയിരിക്കുക. ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാനേ ഒരു ബെസ്റ്റ് ഐഡിയ എന്റെ കയ്യിലുണ്ട്. ഇങ്ങ് താഴേക്ക് വന്നേ. ഇനി ഒന്നും ചെയ്യരുത്, ഞങ്ങൾ മാപ്പ് ചോദിക്കാം. ഇനി ഒന്നും ഇങ്ങനെ ഉണ്ടാകില്ല. കണ്ടില്ലേ, പേടിച്ചു പോയി. വലിയ പരുന്തുകൾ വരെ എന്റെ കാലിൽ വീണ് കരഞ്ഞിട്ടുണ്ട്. പിന്നെയാണോടാ നീയൊക്കെ? സംശയമുണ്ടോ? അയ്യോ, അയ്യോ. ഈ സ്ഥലം വിട്ട് ഞാൻ ഒരിക്കലും പോയില്ല. കാരണം ഇവിടെ കളിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇവന്മാര് വല്ലാത്ത ചതിയന്മാരാണ്. ആദ്യം മുന്നും അങ്ങളുടെ ശല്യം ചെയ്തു, എന്നിട്ട് നമ്മളെ ഇപ്പൊ ചതിയിൽ വീഴ്ത്തി. ഇവന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം. നിങ്ങൾക്കിപ്പോ ഒരുപാട് ദേഷ്യം വന്നില്ലേ? പണ്ടൊരു മഹാകവി ഒരു കാര്യം പറഞ്ഞിരുന്നോ? ചേടാ, അങ്ങനെ പിന്നെയും പറഞ്ഞോ? വല്ലാത്ത കൊതുക് ശല്യമുണ്ട്, കൊതുക് തിരി കത്തിക്ക്. അമ്മാവൻ ഇനി വാ തുറക്കരുത്. അമ്മാവന്റെ ഈ കവി ഉണ്ടല്ലോ, കവിത ഒഴിച്ച് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ ജിറാഫ് നമ്മളെക്കാളും വലുതാണ്, നല്ല ശക്തിയുമുണ്ട്. ഇവരെ നമ്മൾ എങ്ങനെ നേരിടും? എന്റെ ട്രീ ഹൗസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? അതേ ദുരവസ്ഥ നിങ്ങൾ അവർക്ക് ഉണ്ടാക്കണം. അതാണ് ശരിയായിട്ടുള്ള അവസ്ഥ. ഇവരോട് ഏറ്റുമുട്ടിയിട്ട് കാര്യമില്ല, ബുദ്ധി പ്രയോഗിക്കണം. ഐഡിയ, ഇവരെക്കാളും വലിയ ജന്തു. അതൊരു നല്ല ഐഡിയ ആണ്. വാ, നമുക്ക് ജിമ്മിൽ പോയി ബോഡി ഉണ്ടാക്കാം, എന്നിട്ട് ഒന്നുകൂടി വലുതായിട്ട് വരാം. എടാ കഴുതേ, നീ എത്ര ബോഡി ഉണ്ടാക്കിയാലും പൂച്ച തന്നെ ആയിരിക്കും, അല്ലാണ്ട് ഡയനോസോർ ഒന്നും ആവില്ല. ഡൈനോസർ ഒന്നും അല്ല, ഡ്രാഗൺ. ഓക്കേ. വാ, നമുക്ക് ജോലി തുടങ്ങാം. നാളെ നല്ല രസമായിരിക്കും. ഇന്നേതായാലും നമ്മൾ ഈ വീട് പൊളിച്ചിരിക്കും. എടാ, കഴുത്തിന് നീളമുള്ള ജിറാഫേ, ജീവൻ വേണമെങ്കിൽ വേഗം സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരനെ കണ്ടോ, അവനെ നല്ല ദേഷ്യം വരും. ഞാൻ ആദ്യമായിട്ടാണ് ഡ്രാഗണിനെ കാണുന്നത്. ഇത് നിന്റെ അവസാനത്തെ കാഴ്ചയാ. മര്യാദക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ സോനു, മോനു, സാഹിൽ, അഥവാ ഇത് ഡ്രാഗൺ ആയിരുന്നെങ്കിൽ വായിൽ നിന്നും തീ വന്നേനെ.
ഡോണ്ടു, ഇത് ശരിക്കും ഡ്രാഗൺ ആണ്. മുന്നങ്ങൾ ഇത്ര ഉയരങ്ങളിൽ പിടിപാടുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ അമ്മോ, യുവമാരെ കൊണ്ട് ഞാൻ തോറ്റു. ഡോണ്ടു, just tell. സോനു, പിങ്കു, അനിൽ, വാ നമുക്ക് പോകാം. എനിക്ക് എന്റെ വീട് തിരിച്ചു കിട്ടി. നിങ്ങൾ എന്നെ ശിക്ഷ കിട്ടാതെ രക്ഷിച്ചു, സൂക്ഷിച്ചു. അതിനെനിക്ക് നിന്നയല്ല, ഒരുപാട് നന്ദിയുണ്ട് മക്കളെ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് അഭിമാനവും ബഹുമാനവും വളരെ സന്തോഷവും തോന്നുന്നുണ്ട് ഇപ്പോൾ. ഒരു മഹാകവി പറഞ്ഞത് വളരെ ശരിയാണ്. എന്താണാവോ പറഞ്ഞത്? അല്ല, ഇത് എന്ത് കാര്യമാ ഇത്? അത് പിന്നെ കവിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു, ഉറങ്ങിപ്പോയി അദ്ദേഹം. അങ്കിളിന്റെ വീട് കിട്ടി. ഇനി ഏതായാലും അങ്കിൾ റെസ്റ്റ് എടുക്കട്ടെ.